removing permanent hardness. Permanent hardness of water is due to the presence of chlorides and sulfides of calcium and magnesium. Permanent hardness cannot be removed by boiling water. പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ട്രീറ്റ്മെൻറ്റ് വിത്ത് വാഷിംഗ് സോഡ. വാഷിംഗ് സോഡ റിയാക്ട്സ് വിത്ത് സോലുബിൾ കാൽസ്യം ആൻഡ് മെഗ്നീഷ്യം ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഇൻ ഹാർഡ് വാട്ടർ ടു ഫോം ഇൻസോലുബിൾ കാർബണേറ്റ്സ്. സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ. ഹാർഡ് വാട്ടറിലേക്ക് വാഷിംഗ് സോഡ ആഡ് ചെയ്യുമ്പോൾ ഹാർഡ് വാട്ടറിൽ സോലുബിൾ ആയിട്ടുള്ള കാൽസ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, കാൽസ്യം സൾഫേറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ് എന്നിവ ഇൻസോലുബിൾ ആയിട്ടുള്ള കാർബണേറ്റ്സ് ആയിട്ട് മാറുന്നു. ഈ കാർബണേറ്റ്സ് ഫിൽട്രേഷൻ വഴി റിമൂവ് ചെയ്യാം. MCl2 പ്ലസ് Na2CO3 gives MCO3 പ്ലസ് 2NaCl. ഇവിടെ M എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് കാൽസ്യം അല്ലെങ്കിൽ മെഗ്നീഷ്യമാണ്. ഫോർ എക്സാമ്പിൾ കാൽസ്യം ക്ലോറൈഡ് CaCl2 plus Na2CO3 gives CaCO3 plus 2NaCl. Similarly, MgCl2 plus Na2CO3 gives MgCO3 plus 2NaCl. ഇനി കാൽസ്യം സൾഫേറ്റിൻ്റെയും മെഗ്നീഷ്യം സൾഫേറ്റിൻ്റെയും സോഡിയം കാർബണേറ്റുമായിട്ടുള്ള റിയാക്ഷൻ നോക്കാം. MsO4 പ്ലസ് Na2CO3 gives MCO3 പ്ലസ് Na2SO4. കാൽസ്യം സൾഫേറ്റ് ആണെങ്കിൽ CaSO4 പ്ലസ് Na2CO3 gives CaCO3 plus Na2SO4. MgSO4 plus Na2CO3 gives MgCO3 plus Na2SO4. പെർമനൻ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ട്രീറ്റ്മെൻറ്റ് വിത്ത് വാഷിംഗ് സോഡ. വാഷിംഗ് സോഡ ആഡ് ചെയ്യുമ്പോൾ സോലുബിളായിട്ടുള്ള മെഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും ക്ലോറൈഡ്സും സൾഫേറ്റ്സും ഇൻസോലുബിൾ കാർബണേറ്റ്സ് ആയിട്ട് മാറുന്നു. സ്ലൈഡ് 39. കാൽഗൺസ് മെത്തേഡ്. Sodium hexametaphosphate is commercially called Calgon. സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ് ആണ് കാൽഗൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ മോളിക്കുലർ ഫോർമുല Na6P6O18 എന്നാണ്. അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല Na2 Na4PO3 6 ടൈംസ് എന്നാണ്. Na2 എന്നത് സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്ത്, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് Na4PO3 6 ടൈംസ്. ഇതാണ് കാൽഗണിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല. കാൽഗൺ ഡിസോസിയേറ്റ് ചെയ്താൽ Na പ്ലസ് അയോൺസും Na4P6O18 2- എന്ന കോംപ്ലക്സ് ആനയോണും ഫോം ചെയ്യുന്നു.
That is Na6P6O18 gives 2Na plus Na4PO3 6 times 2 minus. ഈ കാൽഗൺ ഹാർഡ് വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഹാർഡ് വാട്ടറിലെ കാൽസ്യം അയോണിനെയും മഗ്നീഷ്യം അയോണിനെയും എക്സ്ചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് M2 പ്ലസ് Na4PO3 6 times 2 minus gives Na2 MPO3 6 times 2 minus plus 2Na plus. For example, 2Mg2 plus calgon, that is Na2 Na4PO3 6 times gives Na2 Mg2 PO3 6 times 2 minus plus 4Na plus. Thus, Mg2 plus and Ca2 plus are removed from hard water. Ion exchange method. This method is also called zeolite process or permutate process. Hydrated sodium aluminum silicate is called zeolite or permutate. അയോൺ എക്സ്ചേഞ്ച് മെത്തേഡിൻ്റെ മറ്റു പേരുകളാണ് പെർമ്യൂട്ടേറ്റ് പ്രോസസ് അല്ലെങ്കിൽ സിയോളൈറ്റ് പ്രോസസ്. ഹൈഡ്രേറ്റഡ് സോഡിയം അലൂമിനിയം സിലിക്കേറ്റ്സ് ആണ് സിയോളൈറ്റ്സ്. ഫോർ ദ സേക്ക് ഓഫ് സിംപ്ലിസിറ്റി, sodium aluminum silicate, that is NaAlSiO4, can be written as NaZ. സോഡിയം അലൂമിനിയം സിലിക്കേറ്റ്സ് ആണ് സിയോളൈറ്റ്സ്. NaAlSiO4 എന്നാണ് അതിൻ്റെ ഫോർമുല. സിമ്പിളായിട്ട് സിയോളൈറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് NaZ എന്നാണ്. When zeolite is added in hard water, exchange reactions takes place. സിയോളൈറ്റ്സ് ഹാർഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഹാർഡ് വാട്ടറിലെ കാൽസ്യം ആൻഡ് മഗ്നീഷ്യം അയോൺസിന് സോഡിയം അയോണുമായി എക്സ്ചേഞ്ച് ചെയ്യുന്നു. 2NaZ plus M2 plus gives MZ2 plus 2Na plus. NaZ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് സിയോളൈറ്റ്. സിയോളൈറ്റ് ഹാർഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഹാർഡ് വാട്ടറിലെ കാൽസ്യം ആൻഡ് മഗ്നീഷ്യം അയോണിന് സോഡിയം അയോൺ കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു. 2NaZ plus M2 plus gives MZ2 plus 2Na plus. ഇവിടെ M എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് കാൽസ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം. പെർമ്യൂട്ടേറ്റ് ഓർ സിയോളൈറ്റ് ഈസ് said to be exhausted when all the sodium in it is used up. It is regenerated for further use by treating with an aqueous solution of sodium chloride. സിയോളൈറ്റിലെ എല്ലാ സോഡിയം അയോൺസിനെയും റീപ്ലേസ് ചെയ്ത് ഹാർഡ് വാട്ടറിലെ കാൽസ്യം ആൻഡ് മഗ്നീഷ്യം അയോൺസ് വന്നു കഴിഞ്ഞാൽ
സിയോളൈറ്റിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടും. സിയോളൈറ്റിനെ റീജനറേറ്റ് ചെയ്യാൻ അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്താൽ മതി. അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്ത് സിയോളൈറ്റിനെ റീജനറേറ്റ് ചെയ്യാം. അതിൻ്റെ ഇക്വേഷൻ നോക്കാം. MZ2 plus 2NaCl gives 2NaZ plus MCl2. MZ2 plus 2NaCl gives 2NaZ plus MCl2. Synthetic resin method. This method is more efficient than zeolite process. Pure demineralized water can be obtained by this method. Synthetic resin method zeolite പ്രോസസ്സിനേക്കാളും more efficient ആണ്. Pure demineralized or deionized water കിട്ടുന്നത് സിന്തറ്റിക് റെസിൻ മെത്തേഡ് വഴിയാണ്. ഹിയർ ദ ഹാർഡ് വാട്ടർ സാമ്പിൾ ഈസ് പാസ്ഡ് ത്രൂ എ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ ആൻഡ് ആൻ ആനയോൺ എക്സ്ചേഞ്ച് റെസിൻ. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ contain large organic molecule with SO3H group and are water insoluble. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ എന്ന് പറയുന്നത് SO3H ഗ്രൂപ്പ് അടങ്ങിയ വലിയ ഓർഗാനിക് മോളിക്യൂൾസ് ആണ്. RSO3H എന്നാണ് അതിനെ ജനറലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. The cation exchange resin RSO3H is changed to RNA by treating it with sodium chloride. The resin exchanges Na plus ions with calcium 2 plus and Mg2 plus ions present in hard water to make the water soft. RSO3H സോഡിയം ക്ലോറൈഡുമായി റിയാക്ട് ചെയ്ത് RNA ആയിട്ട് മാറുന്നു. ഈ RNA ഹാർഡ് വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഹാർഡ് വാട്ടറിലെ കാൽസ്യം ആൻഡ് മഗ്നീഷ്യം അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിലുള്ള സോഡിയം അയോൺസ് ഹാർഡ് വാട്ടറിലെ കാൽസ്യം ആൻഡ് മഗ്നീഷ്യം അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. 2RNA plus M2 plus gives R2M plus 2Na plus. The resin can be regenerated by adding aqueous sodium chloride solution. ഹാർഡ് വാട്ടർ സാമ്പിള് ആദ്യം കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിലൂടെ കടത്തിവിടുന്നു. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ അസിഡിക് റെസിൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ റെസിൻ എന്ന പേരിലും അറിയപ്പെടുന്നു. When the hard water sample is passed through a cation exchange resin, all the cations present in the hard water get exchanged with the H plus ions of the resin. ഹാർഡ് വാട്ടർ സാമ്പിള് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിലൂടെ പാസ് ചെയ്യുമ്പോൾ ഹാർഡ് വാട്ടറിലെ Ca2 പ്ലസ് Mg2 പ്ലസ് പോലെയുള്ള കാറ്റയോൺസ് റെസിനിലുള്ള H പ്ലസ് അയോൺസുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിൽ നിന്ന് H പ്ലസ് അയോൺസ് വാട്ടറിലേക്ക് റിലീസ് ചെയ്യുന്നു. This sample is then passed through anion exchange resin. Anion exchange resinൽ OH മൈനസ് അയോൺസ് പ്രസൻ്റ് ആയിരിക്കും. OH ഗ്രൂപ്പുള്ള
വലിയ ഓർഗാനിക് മോളിക്യൂൾസ് ആയിരിക്കും ആനയോൺ എക്സ്ചേഞ്ച് റെസിൻ. RNH3+OH- എന്നാണ് ആനയോൺ എക്സ്ചേഞ്ച് റെസിനെ ജനറലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. RNH3+OH-. ഹാർഡ് വാട്ടർ സാമ്പിള് ആനയോൺ എക്സ്ചേഞ്ച് റെസിനിലൂടെ പാസ് ചെയ്യുമ്പോൾ ഹാർഡ് വാട്ടറിലെ Cl-, SO4 2- പോലെയുള്ള ആനയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്ത് പകരം OH- അയോൺസ് വാട്ടറിലേക്ക് റിലീസ് ചെയ്യുന്നു. That is, all the anions present in the hard water exchanges with OH- of the anion exchange resin. കാറ്റോൺ എക്സ്ചേഞ്ച് റെസിനിലൂടെ പാസ് ചെയ്യുമ്പോൾ H+ അയോൺസ് വാട്ടറിലേക്ക് റിലീസ് ചെയ്യുന്നു. ആനയോൺ എക്സ്ചേഞ്ച് റെസിനിലൂടെ പാസ് ചെയ്യുമ്പോൾ OH- അയോൺസും റിലീസ് ചെയ്യുന്നു. ഈ H+ഉം OH- കൂടെ കമ്പൈൻ ചെയ്ത് H2 ആയിട്ട് മാറുന്നു. H+ plus OH- gives H2O. The water thus formed is free from all types of cations and anions and is known as deionized water or demineralized water. കാറ്റോൺ എക്സ്ചേഞ്ച് റെസിനിലൂടെ കടത്തിവിടുമ്പോൾ എല്ലാ കാറ്റയോൺസിനെയും എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആനയോൺ എക്സ്ചേഞ്ച് റെസിനിലൂടെ കടത്തിവിടുമ്പോൾ ഹാർഡ് വാട്ടറിലെ എല്ലാ ആനയോൺസിനെയും എക്സ്ചേഞ്ച് ചെയ്യുന്നു. പകരം വാട്ടറിലേക്ക് വരുന്നത് H+ അയോൺസും OH- അയോൺസുമായിരിക്കും. ഈ H+ഉം OH- കമ്പൈൻ ചെയ്ത് വാട്ടറായിട്ട് മാറുന്നു. അങ്ങനെ എല്ലാ കാറ്റയോൺസും ആനയോൺസും റിമൂവ് ചെയ്ത ഡീഅയോണൈസ്ഡ് അല്ലെങ്കിൽ ഡീമിനറലൈസ്ഡ് വാട്ടറാണ് സിന്തറ്റിക് റെസിൻ മെത്തേഡ് വഴി ഫോം ചെയ്യുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. H2O2 എന്നാണ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ മോളിക്കുലാർ ഫോർമുല. ഫസ്റ്റ് ലെറ്റ്സ് സീ പ്രിപ്പറേഷൻ ഓഫ് hydrogen peroxide. Acidifying barium peroxide and removing excess water by evaporation under reduced pressure gives hydrogen peroxide. ഹൈഡ്രജൻ പെറോക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്നത് ബേരിയം പെറോക്സൈഡിനെ ആസിഡിഫൈ ചെയ്താണ്. ബേരിയം പെറോക്സൈഡിലേക്ക് H2SO4 ആഡ് ചെയ്താൽ ബേരിയം സൾഫേറ്റും ഹൈഡ്രജൻ പെറോക്സൈഡും ഫോം ചെയ്യുന്നു. BaO2.8H2O, that is hydrated barium peroxide plus H2SO4 gives BaSO4 plus H2O2 plus 8H2O. ബേരിയം പെറോക്സൈഡിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്താൽ ബേരിയം സൾഫേറ്റും ഹൈഡ്രജൻ പെറോക്സൈഡും ഫോം ചെയ്യുന്നു. കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് is commercially prepared by the electrolytic oxidation of sulfuric acid. ഹൈഡ്രജൻ പെറോക്സൈഡ് കൊമേഴ്ഷ്യലി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ അയോണും ബൈസൾഫേറ്റ് അയോണും ഫോം ചെയ്യുന്നു. H2SO4 gives 2H plus
2HSO4 മൈനസ്. ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ കാറ്റയോൺസ്, ദാറ്റ് ഈസ് പോസിറ്റീവ് അയോൺസ്, മൂവ് ചെയ്യുന്നത് കാഥോഡിലേക്കും നെഗറ്റീവ് അയോൺസ്, അതായത് ആനയോൺസ്, മൂവ് ചെയ്യുന്നത് ആനോഡിലേക്കുമായിരിക്കും. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് 2H പ്ലസ് 2 ഇലക്ട്രോൺ ഗിവ്സ് H2 എന്നായിരിക്കും. കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് അയോണായ ഹൈഡ്രജൻ അയോണാണ്. കാഥോഡിൽ റിഡക്ഷനാണ് നടക്കുന്നത്. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ. 2H പ്ലസ് 2 ഇലക്ട്രോൺസ് ഗിവ്സ് H2. ഇതാണ് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നത് ആനയോൺ ആയിരിക്കും. ആനോഡിൽ ഓക്സിഡേഷനാണ് നടക്കുന്നത്. ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. 2HSO4 മൈനസ് gives H2S2O8 പ്ലസ് 2 ഇലക്ട്രോൺ. ബൈസൾഫേറ്റ് അയോണ് പെറോക്സി ഡൈസൾഫ്യൂരിക് ആസിഡായിട്ട് മാറുന്നു. H2S2O8 അതാണ് പെറോക്സി ഡൈസൾഫ്യൂരിക് ആസിഡ്. 2HSO4 മൈനസ് gives H2S2O8 പ്ലസ് 2 ഇലക്ട്രോൺസ്. ഈ പെറോക്സി ഡൈസൾഫ്യൂരിക് ആസിഡ് വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോൾ സൾഫ്യൂരിക് ആസിഡും ഡൈസൾഫ്യൂരസ് ആസിഡും ഫോം ചെയ്യുന്നു. H2S2O8 പ്ലസ് H2O gives H2SO5 plus H2SO4. This H2SO5 reacts with water to give H2SO4 and hydrogen peroxide. H2SO5, that is disulfurous acid, plus H2O gives H2SO4 plus H2O2. ഇതാണ് ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന് ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ നടത്തിയാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോം ചെയ്യുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ് പ്രിപ്പയർ ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് ബൈ ദ ഓട്ടോ ഓക്സിഡേഷൻ ഓഫ് 2 ആൽക്കൈൽ ആന്ത്രാകിനോൾസ്. 2 ആൽക്കൈൽ ആന്ത്രാകിനോൾസിന് ഓക്സിഡേഷൻ നടന്ന് 2 ആൽക്കൈൽ ആന്ത്രാകിനോണും ഹൈഡ്രജൻ പെറോക്സൈഡും ഫോം ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ 2 ഈഥൈൽ ആന്ത്രാകിനോൾ, അതിന് ഓക്സിഡേഷൻ നടന്നാൽ 2 ഈഥൈൽ ആന്ത്രാകിനോണും ഹൈഡ്രജൻ പെറോക്സൈഡും ഫോം ചെയ്യുന്നു. 2 ആൽക്കൈൽ ആന്ത്രാകിനോൾസിന് ഓക്സിഡേഷൻ നടന്നാൽ ഹൈഡ്രജൻ പെറോക്സൈഡും 2 ആൽക്കൈൽ ആന്ത്രാകിനോണും ഫോം ചെയ്യുന്നു. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് hydrogen peroxide. In the pure state, H2O2 is an almost colorless, that is very pale blue liquid. H2O2 is miscible with water in all proportions and forms
എ ഹൈഡ്രേറ്റ് H2O2 ഡോട്ട് H2O. പെയിൽ ബ്ലൂ കളറുള്ള ഒരു ലിക്വിഡാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് വാട്ടറുമായി മിസിബിളാണ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് 272.4 കെൽവിനും ബോയിലിംഗ് പോയിൻറ്റ് 423 കെൽവിനുമാണ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വേപ്പർ പ്രഷർ 1.9 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ്. സോളിഡ് സ്റ്റേറ്റിൽ 268.5 കെൽവിനിൽ അതിൻ്റെ ഡെൻസിറ്റി 1.64 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബും ലിക്വിഡ് സ്റ്റേറ്റിൽ 298 കെൽവിനിൽ അതിൻ്റെ ഡെൻസിറ്റി 1.44 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബും ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിസ്കോസിറ്റി 1.25 സെൻറ്റിപയസ് ആണ്.